ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ചിങ്ങമാസത്തിൽ സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാക്കാവുന്ന, സാമ്പത്തിക ഉയർച്ചകൾ ഉണ്ടാക്കുന്ന നാളുകാരെ കുറിച്ചാണ്. ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെടുത്തുക, നിങ്ങളത് പ്രയോജനപ്പെടുത്തണം. അതിനുവേണ്ടിയാണ് പറഞ്ഞു തരുന്നത് ഏതൊക്കെ നാളുകാരാണ്. പിന്നെ സംഖ്യാജ്യോതിഷം അനുസരിച്ച് ഓരോ ഡേറ്റുകളിൽ ജനിച്ചവർ അവരുടെ ഭാഗ്യസംഖ്യ അനുസരിച്ച് വെള്ളിയാഴ്ച മലയാള മാസം ആദ്യ വെള്ളിയാഴ്ച അല്ലെങ്കിൽ പക്കനാളിന് ഭദ്രകാളിക്ക് ഒരു ദക്ഷിണ സമർപ്പിച്ചാൽ ജ്യോതി വലിയ മാറ്റം വരും. പിന്നെ ചില നക്ഷത്രക്കാർ വ്യാഴാഴ്ച ചില കാര്യങ്ങൾ ചെയ്ത് അവരുടെ ജീവിതം പെട്ടെന്ന് മാറും. പിന്നെ ഏതൊരു നക്ഷത്രക്കാരും 27 നക്ഷത്രക്കാർക്കും ഈ ഭദ്രകാളി ക്ഷേത്രത്തിൽ മാസത്തിൽ ഒരു പ്രത്യേക ദിവസം ലളിതമായ ഒരു കാര്യം ചെയ്ത് അവരുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞു തരുന്നത്. നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഉയർച്ചകളും ഉണ്ടാകാൻ ഉപകരിക്കും. എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. അതിനുമുമ്പ് ഒരു കാര്യം പറയാം, നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷ, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർ, താല്പര്യമുള്ളവർ വാട്സപ്പ് ഇടുക. അപ്പം വിശകലനം ചെയ്യേണ്ടവർ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ എനിക്കറിയാവുന്ന നല്ല കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരും. അപ്പം വിശകലനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഒരു ഡേറ്റ് തരും, ആ ഡേറ്റിന് വേണ്ട കാര്യങ്ങൾ നോക്കി പറഞ്ഞു തരും. ധൃതി വെക്കരുത്, ഇവിടെ എഴുതി വെച്ചേക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അത്യാവശ്യ കാര്യമുണ്ട്, അതിന് ചെറിയൊരു വോയിസ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിന് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെടുവാണെങ്കിൽ നല്ല കാര്യം പറഞ്ഞുതരും. അതിന് ഫീസൊന്നുമില്ല. ഡീറ്റെയിൽ ആയിട്ട് വിശകലനം ചെയ്യേണ്ടവർക്ക് ഒരു നിശ്ചിത ഫീസുണ്ട്. അത് മുൻഗണനാക്രമത്തിലായിരിക്കും. അത് ഞാൻ എഴുതി വെച്ചിട്ട് ചെയ്യുന്ന രീതി പറയും, നല്ല കാര്യം പറയത്തുള്ളൂ. എന്നിട്ട് കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാമല്ലോ, ചെയ്യാതിരിക്കാം. ഇതാണ് സാഹചര്യം. ഇനിയും നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഈ വെള്ളിയാഴ്ച ദിവസം ഞാൻ പുത്തങ്കാവലമ്മയെ പോയി കണ്ടു തൊഴുതു. ഒരുപാട് ആളുകൾ അവിടെ വെച്ച് അമ്പലത്തിൽ വെച്ച് എന്നെ കണ്ടു. വളരെ സന്തോഷം തോന്നി. ഒരുപാട് ആളുകളുടെ സന്തോഷം, അവരുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ എല്ലാം കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. എന്നോട് പല പല കാര്യങ്ങളും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന വ്യക്തി. അവർ ഓരോരോ ഉയർച്ചകളും കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങളും. അപ്പം ഞാൻ പിന്നെ ബലിയുടെ അന്ന് പുത്തങ്കാമ്പലത്തിൽ പോയപ്പോൾ ഞാൻ പുത്തങ്കാലമ്പലത്തിൽ ബലിയിട്ട് അവിടെ എന്നെ ഒരാൾ കണ്ട് വളരെ രഹസ്യമായിട്ടൊരു കാര്യം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം നേരത്തെ എന്നെ കാണാൻ വന്നിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് എന്നെ കാണാൻ വന്ന സമയത്ത് ഭയങ്കര പ്രതിസന്ധികളായിരുന്നു. അപ്പോൾ ഒരു വിദേശ രാജ്യത്തിലേക്ക് പുതിയൊരു വഴി തുറന്നു കിട്ടി, പോകാനുള്ള അവസരവും ഒക്കെ അദ്ദേഹത്തിന് തുറന്നു കിട്ടി. അമേരിക്കയിലേക്കാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം വന്നു. എന്നോട് അവിടെ വെച്ച് പുത്തങ്കാലമ്മയുടെ നട വെച്ച് പറഞ്ഞു, ഇങ്ങനൊരു സംഭവം ഉണ്ടായി. വലിയ സന്തോഷം. ഇതൊക്കെ നമുക്ക് വലിയ സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. ഞാൻ അതുപോലെയുള്ള ഈ നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത്. അത് അത്ര ആത്മാർത്ഥയോടെ വിശദമായിട്ട് പറയുന്നു. അത് ശരിയായിട്ട് ചെയ്യുന്നവർക്ക് അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടാകുന്നു. വളരെ സന്തോഷമാണ്. ശരിയായിട്ട് ചെയ്തില്ലെങ്കിൽ ഒരു കാര്യമില്ലതാനും. അതും കൂടെ പറഞ്ഞു തന്നേക്കാം. ആത്മാർത്ഥയോടെ നമ്മളൊരു വഴി പറഞ്ഞു തരുന്നേ ഉള്ളൂ. നിങ്ങൾ എത്ര ആത്മാർത്ഥയോടെ ചെയ്യുന്നു, പിന്നെ നിങ്ങളുടെ പ്രയത്നം അനുസരിച്ചിരിക്കും ഫലം വരുന്നത്. അങ്ങനെ ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സന്തോഷം പങ്കുവെച്ചതേ ഉള്ളൂ. ഇനി വീഡിയോയിലേക്ക് വരാം. എല്ലാം വിശദമായിട്ട് പറഞ്ഞു തരാം. എല്ലാവരും യേശുവിനെ അനുഗ്രഹിക്കട്ടെ. നർപ്പവി. ഇന്ന് പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേട്ടോ. നിങ്ങൾക്ക് പ്രയോജനം കിട്ടുന്ന കാര്യങ്ങളാണ്. ഞാനീ പറയുന്ന നക്ഷത്രക്കാർ ഈ ചിങ്ങമാസം അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പറ്റും. ആദ്യം പറയുന്ന നക്ഷത്രം അശ്വതിയാണ്. അശ്വതി നക്ഷത്രക്കാർ, അശ്വതിയും ഭരണിയും നല്ല രീതിയിൽ കുറേ നാളുണ്ട്. അത് പറഞ്ഞു വരാം കേട്ടോ, ഓരോന്നായിട്ട് പറഞ്ഞു വരാം. ആദ്യം അശ്വതിയും ഭരണിയും പറയുകയാണ്. അശ്വതി, ഭരണി ഈ നാളുകാർക്ക് ഇപ്പം വീടൊക്കെ വാങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, നടക്കുന്നില്ല. ഭൂമി വാങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, നടക്കുന്നില്ല. വാഹനം വാങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, നടക്കുന്നില്ല. ഈ ചിങ്ങമാസം ആ കാര്യത്തിനൊക്കെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താം. വീട്, ഭൂമി, അതുപോലെ വാഹനം, ഇതിനൊക്കെ പ്രയോജനപ്പെടുത്താം. ചിലർക്ക് വീട് മെയിൻ്റെനൻസ് ചെയ്യാം, അല്ലെ വീട് മാറാനുള്ള അവസരങ്ങൾ ഒക്കെ ഉണ്ടാകാം. അത് ഈശ്വരനെ വിളിച്ച് ഈശ്വരാധീനത്തോടു കൂടി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണം. നമ്മൾ ആ ദൈവാധീനത്തോടു കൂടി ചെയ്യാൻ ശ്രമിക്കണം. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ചിങ്ങമാസത്തിൽ പറ്റുകയാണെങ്കിൽ ഗുരുവായൂർ പോകണം കേട്ടോ. പറ്റുന്നവർ ഗുരുവായൂർ പോയി ഭഗവാനെ ഒന്ന് തൊഴുന്നതാണ്. ജീവിതത്തിൽ വലിയ ഗുണങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. ചിങ്ങമാസത്തിൽ ഭഗവാനെ കൊണ്ട് തന്നെ, അതായത് ഇത് എല്ലാ നക്ഷത്രക്കാർക്കും പോകാം കേട്ടോ. അപ്പം പിന്നെ ഈ അശ്വതിയും ഭരണിയും നാളുകാരും പോകണം കേട്ടോ.
എല്ലാ നക്ഷത്രക്കാർക്കും പോവാം. ഇപ്പൊ അശ്വതി ഭരണി നാളുകാർ വീട്, വാഹനം, ഭൂമി ഇതൊക്കെ ചിങ്ങമാസത്തിൽ ശ്രമിച്ചാൽ അവർക്ക് വാങ്ങാൻ സാധിക്കും. ദീപാധനത്തോടു കൂടി ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നിങ്ങൾ അത്തരം സമയങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ വളരെ നന്നായിരിക്കും. അത് അവനവൻ്റെ സാഹചര്യവും ഒക്കെ അനുസരിച്ച് ചെയ്യുക. പക്ഷെ സമയം അനുകൂലമാണെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ കടം മേടിക്കണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ സാമ്പത്തികം അനുസരിച്ച് പ്രയോജനപ്പെടുത്താവുന്നതിന് പ്രയോജനപ്പെടുത്തുക. ഇനിയും ഈ മകര നക്ഷത്രക്കാർക്ക് ഈ ചിങ്ങമാസം നല്ല രീതിയിലുള്ള ഒരു ഐശ്വര്യങ്ങളെ, ബന്ധുജന സമാഗമം, അങ്ങനെയുള്ള ഒരു മനസ്സിന് സന്തോഷമുള്ള കാര്യങ്ങളും സാമ്പത്തിക ഐശ്വര്യങ്ങളും ഒക്കെ വന്നു ചേരാം എന്നുള്ളതാണ് മകയിര നാളുകാർക്കും. പിന്നെ പറയുന്നത് പുണർദം, തിരുവാതിര ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ലാഭങ്ങൾ ഉണ്ടാകാം. പിന്നെ ബിസിനസ്സിലുള്ളവർക്ക് ബിസിനസ്സിൽ നേട്ടം ഉണ്ടാകാം. പിന്നെ കടം കൊടുത്തത് തിരിച്ചു കിട്ടാൻ പറ്റിയ സമയമാണ്. നിങ്ങളത് പ്രയോജനപ്പെടുത്തിക്കോണം. അതായത് ഏതൊക്കെയാണ്? പുണർദം, തിരുവാതിര ഈ നാളുകാർ നിങ്ങളുടെ കടം കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ചു, അത് തിരിച്ചു കിട്ടാൻ അനുകൂലമായ ഒരു സമയമാണ്. അപ്പം നിങ്ങൾ അതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം. ചെയ്താൽ ചിലപ്പോൾ ഈ സമയത്ത് നടക്കും. അപ്പം പിന്നെ അതിന് എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടെങ്കിൽ ബുധൻ, ഞായർ ദിവസങ്ങളിൽ നാഗരാജാവിന് രാവിലെ നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചാൽ മതി. എന്നിട്ട് ശ്രമിക്കുക. ഇത് ഈ സമയത്ത് കിട്ടാക്കടം കിട്ടാനൊക്കെ പറ്റും. ഈ നാളുകാർക്ക് പുണർദം, തിരുവാതിര, അതുപോലെ തന്നെ പുണർദം, തിരുവാതിര നക്ഷത്രക്കാർ ചുട്ടിയൊക്കെ അടിക്കാൻ പറ്റിയ സമയമാണ്. എന്നത് എല്ലാവർക്കും ഈ പുണർദം, തിരുവാതിര നാളുകാർക്ക് എല്ലാവർക്കും അടിക്കുമെന്നൊന്നുമല്ല. അത് സാധ്യതയുണ്ട്. പിന്നെ നിങ്ങളൊക്കെ ജനിച്ച സമയവും ഒക്കെ അനുസരിച്ച് വ്യത്യാസം വരും, പൊതുവായിട്ട് പറയുന്നത്. എങ്കിലും ചിലർക്കെങ്കിലും ചിലപ്പോൾ അനുഭവം ഉണ്ടാകാം. പുണർദം, തിരുവാതിര ചുട്ടി കാര്യങ്ങളൊക്കെ അടിക്കാനും അല്ലെ അപ്രത്യക്ഷിതമായിട്ട് കയ്യിൽ പൈസ വരാനും ഒക്കെ ചിങ്ങമാസം ചിലപ്പോൾ സാധിക്കും എന്നുള്ളതാണ്. ഇനിയും പറയാൻ പോകുന്നത് ഉത്രട്ടാതി, രേവതി ഈ നാളുകാർക്ക് പുതിയ ചില കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ. മനസ്സിലായില്ലേ? പിന്നെ ഈ കലാപരമായ, സാഹിത്യപരമായ, സിനിമ, സീരിയൽ അങ്ങനെയുള്ള കലാപരമായ അല്ലെങ്കിൽ ഏതുമായിട്ട് കലാപരമായി ബന്ധപ്പെട്ടവർക്ക് പുതിയ അവസരങ്ങളെ, പുതിയ പ്രൊജക്റ്റുകളെ, അങ്ങനെയുള്ള കാര്യം, അംഗീകാരങ്ങളെ, സ്ഥാനമാനങ്ങളെ ഒക്കെ ചിലപ്പം കിട്ടാനുള്ള ഒരു അവസരവും കൂടാണ്. അല്ലാത്തവർക്കും ഈ സാധാരണ അല്ലാതെ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ ചിലപ്പം പ്രമോഷന് അല്ല ചിലപ്പോൾ മേലധികാരിയുടെ പ്രശംസ, അതുപോലെ പുതിയ വരുമാനത്തിലുള്ള മാർഗങ്ങൾ ഇതൊക്കെ ഉണ്ടാകാൻ പറ്റിയൊരു സമയമാണ്. ചിലർക്ക് സന്താനങ്ങളിൽ നിന്ന് ഗുണാനുഭവങ്ങളും ഉണ്ടായി വരാം എന്നുള്ളതാണ്. ഇനിയും പറയുന്ന വിശാഖം നക്ഷത്രക്കാർക്കും സാമ്പത്തികമായിട്ടൊരു മാറ്റങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയം തന്നെയാണ്. അവർ ഈ സമയം പ്രയോജനപ്പെടുത്തുക. ഇനി അനിഴം, കേട്ട ഈ നാളുകാർക്ക് വിദേശത്തൊക്കെ പോകാൻ ശ്രമിക്കുന്നവർക്ക് ഈ സമയം പ്രയോജനപ്പെടുത്താം. ഇത് കരുതി ഒരു തട്ടിപ്പുള്ള ഏജൻസിയെ കൊണ്ട് പൈസ കൊടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ആലോചിച്ചും കണ്ട് ഏത് കാര്യം ചെയ്യാവുള്ളൂ, അതെപ്പോഴും ഓർത്തോണം. ഞാൻ മനസ്സിലായാലും. പിന്നെ നമ്മൾ ഈ സമയം ആലോചിച്ചും കണ്ട്, ഏത് സമയമാണെങ്കിലും ആലോചിച്ചും കണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യാവുള്ളൂ. അത് നമ്മുടെ ബുദ്ധിയാണ്. പിന്നെ നല്ല സമയങ്ങൾ നല്ല രീതിയിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് അല്ലെ നല്ല കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഈ വിദേശത്തിനുള്ള വാസത്തിനുള്ള കാര്യങ്ങളൊക്കെ ശ്രമിച്ചാൽ നടക്കും. ഇനിയും നല്ല തടസ്സമുള്ളവരാണെങ്കിൽ ഞായറാഴ്ച ഗണപതിക്ക് കറുകമാലയും മുക്കുറ്റിമാലയും ഞായറാഴ്ചകൾ വെക്കുന്നത് നല്ലതാണ്. പെട്ടെന്ന് ആ തടസ്സം മാറുമെന്നുള്ളതാണ്. പിന്നെ ദീർഘകാലമായിട്ട് ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങൾ ഈ ചിങ്ങമാസത്തിലൊക്കെ ശ്രമിച്ചാൽ നടക്കും എന്നുള്ളതാണ്. പിന്നെ പുണ്യക്ഷേത്രങ്ങൾ ദർശനം നടത്താൻ ചിലപ്പോൾ അവസരം ഉണ്ടാകാം. അപ്പോൾ അവസരം ഉണ്ടാകുകയാണെങ്കിൽ പ്രയോജനപ്പെടുത്തുക, അത്ര തന്നെ. പിന്നെ വീട്ടിലെ ഒരു സമാധാനമായ അന്തരീക്ഷം, ഐശ്വര്യങ്ങളെ, ഉയർച്ച, ഒരു നല്ല മാറ്റങ്ങൾ ഇതൊക്കെ ഉണ്ടാകാനുള്ള സമയം തന്നെയാണ്. ഇനി പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് പുതിയ വരുമാനത്തിനുള്ള മാർഗങ്ങൾ തുറന്നു വരാം. എന്ന് വെച്ചിപ്പം പൈസ ഒരു വലിയ കാര്യത്തിൽ കൊണ്ടുപോയിട്ട് നഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ കൊണ്ട് നിക്ഷേപിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ആലോചിച്ചും കൊണ്ട് ഏതൊരു കാര്യം ചെയ്യാവുള്ളൂ. അത് ഈശ്വരൻ നമുക്ക് തന്നിരിക്കുന്ന ബുദ്ധിയാണ്. പിന്നെ പുതിയ വരുമാനത്തിനുള്ള മാർഗങ്ങൾ തുറന്നു വരാം. അത് നമ്മൾ ആലോചിച്ചും കണ്ട് നല്ലതാണെങ്കിൽ ഉപയോഗപ്പെടുത്തുക കേട്ടോ. പിന്നെ തടസ്സപ്പെട്ട കാര്യങ്ങളൊക്കെ മാറാം. പിന്നെ 10 പേര് അറിയുന്ന രീതിയിലുള്ള ഒരു ബഹുമാന്യത, പ്രശസ്തിയൊക്കെ ചിലർക്ക് ഉണ്ടായി വരാം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും നാളുകാർ കൂടുതൽ പ്രയോജനപ്പെടുത്തുക. അവർക്ക് പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ ജനനത്തീയതി അനുസരിച്ച്
ഇനിയിപ്പം നാളിന്റെ കാര്യം കഴിഞ്ഞു. ഇനിയും പറയാൻ പോകുന്ന ജനനത്തീയതി അനുസരിച്ച് 1/10/1928, 1/10/1928 ഈ തീയതികളിൽ മാസം ഏതും ആയിക്കോട്ടെ. ഇനി താഴെ പറയാൻ പോകുന്നതല്ല അങ്ങനെ, മാസം വിഷയമല്ല, മാസം ഏതും ആയിക്കോട്ടെ. ഞാൻ പറയുന്ന തീയതി മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. മാസം ഏതായാലും കുഴപ്പമില്ല. 1/10/1928 ഈ തീയതികളിൽ ജനിച്ചവര് അവരുടെ പക്കനാളിന് ജന്മനക്ഷത്രം മാസത്തിൽ വരുന്ന ദിവസം അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ഒരു 100 രൂപ ദേവിക്ക് അമ്മേ എന്നെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അവിടെ സമർപ്പിക്കാൻ നല്ലതാണ് കാണിക്കയിൽ. പക്കനാളിന് ഇത് പക്കനാൾ തോറും വേണമെങ്കിൽ നിങ്ങൾക്ക് ആവർത്തിക്കാം, ജീവിതത്തിൽ മാറ്റം വരുത്തും. കാരണം ഇതിൻ്റെ അകത്ത് രഹസ്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഖ്യാ ജ്യോതിഷത്തിന്റെ രഹസ്യം അനുസരിച്ചാണ്. 1/10/1928 ഇതിലെല്ലാം കൂട്ടുമ്പോൾ കിട്ടുന്ന 1. 10 കൂട്ടുമ്പോഴും 1+0 1, 28 കൂട്ടുമ്പോഴും 2+8 എത്ര വന്നു? 10. അതിനെ ഏകസംഖ്യയാക്കുമ്പോൾ 1+0 1. ഇതെല്ലാം 1ന്റെ ഗണത്തിൽപ്പെടുന്നതാണ്. അതുകൊണ്ട് 100 എന്ന് പറഞ്ഞാൽ 1+0+0 എത്ര? 1. അത് 100 എന്ന് പറഞ്ഞാൽ 100 രൂപ. അത് ഇവർക്ക് സംഖ്യാജ്യോതിഷം അനുസരിച്ച് ലക്ക് നൽകും. ഞാൻ പറയുന്ന അനുസരിച്ച് പല ആളുകളും സംഖ്യാജ്യോതിഷം പല രീതിയിൽ പ്രയോജനപ്പെടുത്തിയവർക്ക് പല ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യമുണ്ടേ ചെയ്യാം കേട്ടോ. എന്ന് വെച്ചാൽ എല്ലാ പക്കനാളിലും ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ഇടയ്ക്കിടയ്ക്കെങ്കിലും ചെയ്യുന്ന നല്ലതാണ്. ആ സംഖ്യ ദേവിക്ക് സമർപ്പിക്കുക, പ്രാർത്ഥിച്ച് വേണം. എനിക്ക് സമ്പത്ത് നൽകണേ അമ്മേ, എന്നെ രക്ഷപ്പെടുത്തണേ, എനിക്കൊരു ജീവിതമാർഗം നൽകണേ അമ്മേ, അതിനുവേണ്ടി എൻ്റെ വരുമാനത്തിൻ്റെ ഒരു അംശം എന്ന് പറഞ്ഞു വേണം 100 രൂപ പ്രാർത്ഥിച്ച് കാണിക്കലിടുക, നല്ലതാണ്. ഇനി 2/11/2029 2/11/2029 ഈ തീയതികളിൽ ജനിച്ചവരാണെങ്കിൽ 2 എന്ന സംഖ്യയുടെ ചന്ദ്രൻ, 2 ചന്ദ്രനാണ്, 1 സൂര്യനാണ് കേട്ടോ. 2 എന്ന് പറഞ്ഞ ചന്ദ്രൻ എന്ന് പറഞ്ഞ ഗ്രഹത്തിന്റെ സ്വാധീനമായിരിക്കും. അപ്പൊ ഈ 100 എന്നുള്ള 101 രൂപ ആക്കി അങ്ങ് പ്രാർത്ഥിച്ചിടണം. പക്കനാളിലും ഭദ്രകാളിയുടെ നടയും നല്ല മാറ്റം വരും. ഈ സംഖ്യകൾ കൊണ്ടൊരു കളിയുണ്ട്, അത് അറിയാവുന്നവർക്കറിയാം. ജീവിതം നല്ല ഞാൻ ചില ഈ മൊബൈൽ പാസ്വേഡ് ഈ സംഖ്യകളുടെ പറഞ്ഞു കൊടുത്തവർ ഇന്ന് ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്. സംഖ്യകളിലെ ഒരു ലോകമാണത്. ഞാൻ സംഖ്യകളെ കുറിച്ച് അറിയുന്നത് ഞാൻ BCom ആയിരുന്നു. അപ്പം എനിക്ക് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വലിയ ഇഷ്ടമായിരുന്നു, ഈ കണക്ക് സംബന്ധമായ കാര്യങ്ങൾ. അങ്ങനെ ഒരിക്കലും ഒരു പൈതഗോറസിന്റെ ഒരു പുസ്തകം സംഖ്യാരഹസ്യങ്ങൾ എന്ന് പറഞ്ഞു എനിക്ക് ഇവിടുന്ന് വായിക്കാൻ കിട്ടിയതാണ്. പക്ഷെ അത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ചില സംഖ്യകളെ കുറിച്ചൊരു ഗവേഷണം നടത്തി. അപ്പൊ അങ്ങനെ പിന്നെ അത് ന്യൂമറോളജിയിലേക്ക് പോയി. അങ്ങനെ അതിങ്ങനെ പല ഈ സംഖ്യകളെ കുറിച്ച് ഞാൻ പഠിക്കാറുണ്ട്. അപ്പൊ ഈ പല കാര്യങ്ങളും അത് സംഖ്യകളിൽ ചില കാര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ലേ. അപ്പൊ അത് നമ്മളുടെ ഭാഗ്യസംഖ്യ അനുസരിച്ച് മൊബൈലിന്റെ പാസ്വേഡ് സെറ്റ് ചെയ്യുക. ആ സംഖ്യ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ഉപയോഗപ്പെടുത്തിയാൽ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരും. അത് പ്രയോജനപ്പെടുത്തുന്ന ധാരാളം ആളുകളുണ്ട്. ഞാൻ പല സംഖ്യാ രഹസ്യങ്ങളെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് തന്നെ പ്രയോജനപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. ഇപ്പം ഒരു മൊബൈൽ പാസ്വേഡായിട്ടോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ പാസ്വേഡായിട്ടൊക്കെ ഉപയോഗിച്ചാൽ തന്നെ ജീവിതത്തിൽ വലിയ മാറ്റം വരും. അത് അനുഭവിച്ചറിയേണ്ട കാര്യമാണ്. ഏതായാലും ഇപ്പം ഞാൻ അമ്മയ്ക്ക് സമർപ്പിക്കുന്ന കാര്യം പറയുന്നത് ഒരു ദക്ഷിണ, അത് നിങ്ങളുടെ ഭാഗ്യസംഖ്യയുടെ കണക്കിൽ അത് ഭാഗ്യം കൊണ്ടുവരും. ഇനി 3/12/21/30 3/12/21/30 ഇതെല്ലാം 3ന്റെ ഗണത്തിൽപ്പെടുന്നവരാണ്. അവര് 102 രൂപ സമർപ്പിക്കുക. എന്ന് വെച്ചാൽ 1, 2, 3 ആ കണക്കൊപ്പിക്കുക എന്നുള്ളതാണ്. ഒരു 100 എന്ന് പറഞ്ഞാൽ നല്ലൊരു സംഖ്യയാണ്. അതുകൊണ്ട് പറഞ്ഞു, ഇപ്പൊ നിങ്ങളുടെ 100 രൂപ ഇല്ലെന്ന് കരുതി നിങ്ങളുടെ ഉള്ള പോലെ സമർപ്പിച്ചാൽ മതി, അതിനകത്തൊന്നും കുഴപ്പമില്ല. പറ്റുന്ന പോലെ പക്കനാളിന് ചെയ്യുക. അമ്മ എനിക്ക് സമ്പത്ത് നൽകണമെന്ന് പറയുക. അപ്പൊ ഈ ഭാഗ്യസംഖ്യയുടെ ഭാഗ്യം നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരും എന്നുള്ളതാണ്. നിങ്ങളൊക്കെ പറ്റുന്ന പോലെ ചെയ്യുക, അത്രയും ഞാൻ പറയുന്നുള്ളൂ. ഇനിയും 4, 13, 22, 31 ഈ തീയതികളിൽ ജനിച്ചവര് 4 എന്ന സംഖ്യയാണ്. 4 എന്ന സംഖ്യ രാഹുവ, 3 എന്ന സംഖ്യ വ്യാഴമാണ് കേട്ടോ. അത് ഇടയ്ക്ക് പറയാൻ വിട്ടുപോയതാണ്. അപ്പൊ 4, 13, 22, 31 ഈ തീയതികളിൽ ജനിച്ചവർ 103 രൂപ അമ്മയ്ക്ക് സമർപ്പിക്കുക. ഇത് ഫലമാകട്ടോ, വിശ്വാസത്തോടെ ചെയ്ത ഇത് പക്കനാളിന് വേണം. പക്കനാളിന് രാവിലെ വൈകുന്നപാടോ ചെയ്യാം. എന്ന് വെച്ചാൽ എല്ലാ പക്കനാളിലും ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് ഫലമുണ്ടാകും കേട്ടോ. അതുപോലെ ഈ കാണിക്കയാണേലും ഈ സംഖ്യ വരുന്ന രീതിയിൽ ചെയ്യാം. ഈ കാണിക്ക ഉണ്ടല്ലോ, ഇപ്പൊ നെറ്റ് വഴി നമ്മൾ ഈ കാണിക്ക ചെയ്യുമല്ലോ, അത് വേണേൽ ഇങ്ങനെ ചെയ്യാം.
അതും ഫലമാകട്ടോ. അത് അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. പക്ഷെ മനസ്സങ്ങ് ചെല്ലണം, വിശ്വാസത്തോടെ ചെയ്യണം. എന്തും ഇങ്ങനെ ദക്ഷിണയായിട്ട് തന്നെ കാണിക്ക ഇടണമെന്ന് തന്നെയല്ല, ഈ കാണിക്ക ചെയ്താലും ഫലമാണ്. പിന്നെ ദക്ഷിണ ഇടാൻ പറ്റുന്നവർ ക്ഷേത്രത്തിൽ പോയി ഇടുക. അപ്പം ഈ കാണിക്കയാണേലും ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് ചെയ്യണം. ഇപ്പം ഏതെങ്കിലും ഭദ്രകാളി ക്ഷേത്രത്തിൽ ഈ കാണിക്ക ഉണ്ടേ അങ്ങനെ ചെയ്യുക. ഇനി അതല്ല എങ്കിൽ നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി കാണിക്കയായിട്ട് ചെയ്താലും മതി. എല്ലാം മനസ്സാണ്, മനസ്സങ്ങ് ചെന്നാൽ അത് ഫലം ഉണ്ടാവും. ഇനി 5, 14, 23 ഈ തീയതിയിൽ ജനിച്ചവരാണെങ്കിൽ 104 രൂപ. അപ്പോൾ 1, 4, 5 അത്രയുള്ള അതിന്റെ കാര്യം. ഇനി 6, 15, 24 6, 15, 24 തീയതികളിൽ ജനിച്ചവരാണെങ്കിൽ 105 രൂപ. 1, 5, 6. ഇനിയും 7, 16, 25 ഈ തീയതികളിൽ ജനിച്ചവരാണെങ്കിൽ 106 രൂപ. ഇപ്പൊ എല്ലാം ഈ കാണിക്കുണ്ടല്ലോ ക്ഷേത്രങ്ങളിൽ, അങ്ങനെ ചെയ്താലും മതി. പിന്നെ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക. ഈ അക്കങ്ങൾ ഒരു ലക്കം കൊണ്ടുവരുമെന്നുള്ളതാണ്. നിങ്ങളുടെ ആവശ്യം പോലെ ചെയ്യുക. 8, 17, 26 ഈ തീയതികളിൽ ജനിച്ചാൽ ഈ തീയതികളിൽ ജനിച്ചവർ 107 എന്ന സംഖ്യയാണ് ആ കണക്കിൽ സമർപ്പിക്കേണ്ടത്. 9, 18, 27 ഈ തീയതികളിൽ ജനിച്ചവരാണെങ്കിൽ 108 എന്ന കണക്കിൽ സമർപ്പിക്കണം. ഇതൊക്കെ ചില സംഖ്യാരഹസ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. അത് വിശ്വാസത്തോടെ ചെയ്താൽ അത് നമുക്കതിൻ്റെ പ്രയോജനം കിട്ടും എന്നുള്ളതാണ്. ഇനിയും നിങ്ങളിത് ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് പക്കനാളിന് നിങ്ങൾ ചെയ്യുന്നു. അതോടൊപ്പം നിങ്ങൾ കർത്തവാവ് കഴിഞ്ഞു വരുന്ന വ്യാഴാഴ്ച ഏതെങ്കിലും കൃഷ്ണക്ഷേത്രത്തിലും ഇതേ തുക സമർപ്പിക്കണം. അത് ഈ കാണിക്കയായിട്ടാണെങ്കിലും ഇപ്പം ഗുരുവായൂരൊക്കെ ഈ കാണിക്ക ഉണ്ടല്ലോ, ഈ കാണിക്കയായിട്ട് ചെയ്താലും മതി. അല്ലെ ഏത് ക്ഷേത്രത്തിലേക്ക് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾ അടുത്തുള്ള ക്ഷേത്രത്തിൽ ചെയ്യാം. കൃഷ്ണക്ഷേത്രം ആയിരിക്കണം. അല്ലെ ക്ഷേത്രത്തിൽ പോയി സമർപ്പിക്കാം, നിങ്ങളുടെ ഇഷ്ടം. എന്ന് വെച്ചാൽ എല്ലാ മാസവും കർത്തവാവ് കഴിഞ്ഞത് വ്യാഴാഴ്ച ചെയ്യണമെന്നില്ല. നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക. അതുപോലെ ഇപ്പം 2 രീതിയിലാണ് ചെയ്യേണ്ടത്. 1 പക്കനാളിലും ഭദ്രകാളിക്ക് ചെയ്യുക. 2 കർത്തവാവ് കഴിഞ്ഞ് വരുന്ന വ്യാഴാഴ്ച മാസത്തിലൊന്ന് കൃഷ്ണന്റെ അല്ലെ വിഷ്ണുവിന്റെ അടുത്തുള്ള ക്ഷേത്രത്തിലോ ഏത് ക്ഷേത്രത്തിലോ വേണം ചെയ്യാം. ഇതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ വിശ്വാസത്തോടു കൂടി നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക. ഇനി നിങ്ങളുടെ കയ്യിൽ ഇതൊന്നും ഇല്ല, ഒരു 10 രൂപ ഉള്ളൂ, ആ 10 രൂപ ഇട്ടാൽ മതിയെന്നേ, കുഴപ്പമൊന്നുമില്ല. അതിനകത്ത് യാതൊരു കുഴപ്പമില്ല. അവിടെ കണക്കൊക്കണമെന്ന് നമ്മുടെ സാഹചര്യം അനുസരിച്ചും ചെയ്യാം. പിന്നെ ഇത് നമ്മൾ ആ സംഖ്യാഘോഷ പ്രകാരം പറഞ്ഞതേ ഉള്ളൂ. ഓരോ രീതിയാണല്ലോ. നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്താലും അതിൻ്റെ അതും തെറ്റൊന്നുമില്ല, ഭഗവാൻ അനുഗ്രഹിക്കും. പിന്നെ ഇത് സംഖ്യാഘോഷ പ്രകാരം ചില ഒരു ഭാഗ്യത്തിന്റെ ഒരു രീതി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇനിയും പറയാൻ പോകുന്ന കാര്യം മകയിരം, അത്തം, ഉത്രാടം, അശ്വതി, ആയില്യം, അനിഴം, ഭരണി, മകം, തൃക്കേട്ട, ഉത്രട്ടാതി ഈ നാളുകാര് ചില കാര്യങ്ങൾ ചെയ്താൽ പെട്ടെന്ന് ജീവിതം മാറും. എന്താണെന്നറിയോ? നിങ്ങൾ കൃഷ്ണന്റെ അല്ലെ വിഷ്ണുവിന്റെ ക്ഷേത്രത്തിൽ പോവുക വ്യാഴാഴ്ച ദിവസം. എന്നിട്ട് തിരുമേനിക്ക് ഒരു 50 100 രൂപ ദക്ഷിണ കൊടുക്കണം. ചെയ്ത് നോക്കിക്കൂ. നമ്മൾ വിചാരിക്കും ഒരു 100 രൂപ കൊടുത്താൽ ഇപ്പം എൻ്റെ കയ്യിലെ പൈസ തീർന്നില്ല. അങ്ങനെയുള്ളവർ കൊടുക്കണ്ട, സന്തോഷമുള്ളവർ കൊടുത്താൽ മതി. 50 100 കൊടുക്കുക. അവിടെ കാണിക്കുകയും 50 100 ഇടുക. ഇത് മാസത്തിൽ ഏതെങ്കിലും ഒരു മലയാള മാസം അവസാനത്തെ വ്യാഴമാണ് കൂടുതൽ നല്ലത്. ചെയ്യുക. പറ്റുന്ന പോലെ മാസത്തിലൊന്ന് ആവർത്തിക്കുക. ഈ ഇത്രയും നാളുകാരുടെ ജീവിതം സന്തോഷത്തോടെ ചെയ്യുകയാണെങ്കിൽ ലൈഫ് ചേഞ്ച് ആയിരിക്കും, സംശയം വേണ്ട. ഇതിൻ്റെ അകത്ത് തമിഴ് സിദ്ധ ജ്യോതിഷം അനുസരിച്ച് ഒരു രഹസ്യമുണ്ട്. DNA ആസ്ട്രോളജി അനുസരിച്ച് എന്താണെന്നറിയോ? ഈ മകയിരം, അത്ത, ഉത്രാടം നാളുകാർ വ്യാഴകർമ്മയുള്ളതാണ്. അശ്വതി, ആനിഴം, ആയില്യം, പൂരുരുട്ടാതി ഈ നാളുകാർ, പൂരുരുട്ടാതി ഉണ്ട് കേട്ടോ. അശ്വതി, ആയില്യം, അനിഴം, പൂരുരുട്ടാതി സൂര്യകർമ്മയുള്ളവരാണ്. സൂര്യകർമ്മ എന്ന് പറഞ്ഞാലും ഓൾറെഡി വ്യാഴകർമ്മ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഭരണി, മകം, തൃക്കേട്ട, ഉത്രട്ടാതി ഈ നാളുകാരും അവര് ചന്ദ്രകർമ്മയുള്ളവരാണ്. ചന്ദ്രകർമ്മയ്ക്കും വ്യാഴകർമ്മയുടെ സ്വാധീനം വരും. അപ്പോൾ ഇത്രയും നാളുകാർ വ്യാഴത്തിന്റെ അനുഗ്രഹം ഉണ്ടായാൽ, അല്ലെ വ്യാഴത്തിന് നെഗറ്റീവായിട്ടുള്ള കർമ്മ ഇവർക്ക് കാണും. അത് ന്യൂട്രലൈസ് ആയാൽ നിങ്ങൾ ചെയ്തു നോക്കിയോ? വ്യാഴകർമ്മ ഇവർക്ക് പോസിറ്റീവ് ആകാൻ വേണ്ടി ഇത്രയും നാളുകാർ മകയിരം, അത്തം, ഉത്രാടം, അശ്വതി, ആയില്യം, അനിഴം, പൂരുരുട്ടാതി, ഭരണി, മകം, തൃക്കേട്ട, ഉത്രട്ടാതി ഇത്രയും നാളുകാർ മലയാള മാസം അവസാനത്തെ വ്യാഴാഴ്ച അടുത്തുള്ള ഏത് കൃഷ്ണക്ഷേത്രത്തിൽ വേണമെങ്കിലും പോകാം. നമ്മൾ വഴിപാട് പറ്റുന്ന ചെയ്യുക. നെയ്യല്ലേ നെയ്വിളക്കാണ് സാമ്പത്തികത്തിന് വേണ്ടി ചെയ്യേണ്ടത്. അതുകൊണ്ട് എപ്പോഴും ഓർത്തോണം.
അത് ഭദ്രകാളിക്കാണേലും കൊള്ളാം, കൃഷ്ണനാണേലും കൊള്ളാം, മുരുകനാണേലും കൊള്ളാം, ശിവനാണേലും കൊള്ളാം. നെയ് അല്ലെ നെയ്വിളക്ക് സാമ്പത്തികം വരും. ഒരു രഹസ്യമാണ് പറഞ്ഞു തരുന്നത്. അത് പ്രയോജനപ്പെടുത്തുന്നവരെ കാശ് വരുന്നുണ്ട്. ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തുക. അപ്പം കൃഷ്ണക്ഷേത്രത്തിൽ പോയി ഈ നാളുകാർ വ്യാഴാഴ്ച ഭഗവാന് നെയ്യ് അല്ലെ നെയ്വിളക്ക് സമർപ്പിക്കുക. എന്നിട്ട് ഒരു 50 രൂപയോ അല്ലെ 100 രൂപയോ സന്തോഷത്തോടെ തിരുമേനിക്ക് കൊടുക്കണം. പൈസ പോയെന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ എൻ്റെ പൈസ തീർന്നെന്നോ ഉള്ളവർ കൊടുക്കണ്ട. സന്തോഷമുള്ളവർ മതി കൊടുക്കുക. അത്രയും തന്നെ പൈസ കാണിക്കയിൽ കൊടുക്കുക. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാസത്തിലൊന്ന് വീതം ആവർത്തിക്കുക. നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക. ഉറപ്പായിട്ടും ലൈഫിൽ ചേഞ്ച് വരാൻ തുടങ്ങും. വ്യാഴത്തിന്റെ നെഗറ്റീവ് കർമ്മം മാറിക്കിട്ടും. കാരണം ഈ ആത്മീയമായ തിരുമേനിയും അല്ല ആത്മീയമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരെ അവർക്ക് ഇപ്പൊ അത് ഗുരുക്കന്മാരുണ്ട്, ഇതുപോലെ പൂജകൾ ചെയ്യുന്ന നല്ല ആളുകളെ ഉദ്ദേശിക്കുന്നത്. അവരുണ്ട്, പൂജാരിമാരുണ്ട്, അതുപോലെ തന്നെ യോഗികളുണ്ട്, സന്യാസിമാരുണ്ട്. ഇവരൊക്കെ ആത്മീയമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന. വ്യാഴം എന്ന് വെച്ചാൽ ആത്മീയതയാണ്. അപ്പൊ അവർക്ക് നമ്മൾ സന്തോഷത്തോടെ ദക്ഷിണ കൊടുത്താൽ, ഇപ്പൊ നമ്മളൊരു ഒരു 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 ക്ഷേത്രത്തിൽ പോകുന്നു, ഒരു സന്യാസി അല്ലെ ഒരു അവിടെ ഇരിക്കുന്നു, അല്ലെ ക്ഷേത്രത്തിൽ ഭിക്ഷയ്ക്ക് ഇരിക്കുന്നവര്, നമുക്ക് തോന്നും അവരുടെ ജെനുവിനാന്ന് തോന്നണം. അവർക്ക് ഭക്ഷണം നമ്മൾ സന്തോഷത്തോടെ 50 രൂപ 100 രൂപ കൊടുക്കുക. ഭയങ്കരമായിട്ട് വ്യാഴത്തിന്റെ പോസിറ്റീവായിട്ടുള്ള കർമ്മ നിങ്ങൾക്കുണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാധീനം ഭയങ്കരമായിട്ട് വർദ്ധിക്കും. വ്യാഴത്തിന്റെ നെഗറ്റീവ് കർമ്മ അങ്ങ് മാറും. പ്രത്യേകിച്ച് ഈ നക്ഷത്രക്കാർ, ഇത്രയും നക്ഷത്രക്കാർ. പിന്നെ ഗുരുക്കന്മാരുടെ സമാധി സ്ഥലങ്ങളിൽ പോയി. ഇപ്പൊ തിരുവനന്തപുരത്തൊക്കെ ചെന്ന ഒരുപാട് സമാധിയുണ്ട്. ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദർ, വട്ടിസ്വാമി, പൂന്തുറ തക്കല സ്വാമി, പിന്നെ പൂന്തുറ സ്വാമി എന്ന് വേണ്ട തിരുവനന്തപുരത്ത് ഒരുപാട് സമാധികളുണ്ട്. പിന്നെ ഒരുപാട് സമാധികളുണ്ട്. ഇപ്പം എറണാകുളത്തും സമാധികളുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, അതുകൊണ്ടാണ്. പലയിടത്തും ഉണ്ട്, നിങ്ങൾ അന്വേഷിക്കുക. അങ്ങനെയുള്ള സദ്ഗുരുക്കന്മാർ സമാധിയായ സമാധി സ്ഥലങ്ങളിൽ പോയി വ്യാഴാഴ്ച നെയ്യ് വെച്ച് അല്ലെ നെയ്വിളക്കോ അല്ലെ നെയ്യ് വെച്ച് പ്രാർത്ഥിക്കുക. പിന്നെ ഒരു ദക്ഷിണ 100 രൂപ 50 രൂപ എത്രയെന്ന് വെച്ചൊരു ദക്ഷിണയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഈ ഇത്രയും നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പെട്ടെന്ന് ചേഞ്ച് ആവും. പിന്നെ ഗുരുചരണം ശരണം, ഗുരുചരണം ശരണം, ഗുരുചരണം ശരണം എന്നുകൂടി ജപിക്കുക. അത് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ജപിക്കുക. ഈ നക്ഷത്രക്കാരുടെ കൂട്ടത്തിൽ 4 നക്ഷത്രക്കാരോട് വരും കേട്ടോ. കാർത്തിക, മൂലം, പൂരം, രേവതി. പറയാൻ വിട്ടുപോയതാ, സദയം ക്ഷമിക്കുക. അവർ ചൊവ്വാകർമ്മയാണ് വരുന്നത് DNA ആസ്ട്രോളജി അനുസരിച്ച്. ചൊവ്വ എന്ന് പറഞ്ഞാലും വ്യാഴകർമ്മയും കൂടെ അതിൻ്റെ കൂടെ ആടാവും. കാർത്തിക, മൂലം, പൂരം, രേവതി. അപ്പം മകയിരം, അത്തം, ഉത്രാടം, അശ്വതി, ആയില്യം, അനിഴം, പൂരുരുട്ടാതി, ഭരണി, മകം, തൃക്കേട്ട, ഉത്രട്ടാതി, കാർത്തിക, മൂലം, പൂരം, രേവതി. ഇത്രയും നക്ഷത്രക്കാര് കേട്ടോ. ഉറപ്പാണ്. കാരണം ഞാൻ ഈ കാര്യങ്ങൾ ഇത് തമിഴ് സിദ്ധ ജ്യോതിഷം അനുസരിച്ച് സിദ്ധന്മാരുടെ ജ്യോതിഷമാണ്, DNA ആസ്ട്രോളജിയാണ്. അപ്പോൾ ഇതിനകത്ത് ചില കർമാസിന്റെ ചില രഹസ്യങ്ങളുണ്ട്. അപ്പൊ ഇത് അങ്ങനെ ചെയ്തവർക്കൊക്കെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നേ, ചെറിയ കാര്യങ്ങളൊന്നുമല്ല. പിന്നെ ഈ വ്യാഴത്തിന്റെ ഈ നക്ഷത്രക്കാർ, എത്ര നക്ഷത്രക്കാർ ആ വ്യാഴം പോസിറ്റീവായിട്ട് ആക്ടിവേറ്റ് ആകാൻ വേണ്ടി അവരെന്തുകൂടെ ചെയ്യണം? വ്യാഴം എന്ന് പറഞ്ഞാൽ ധനം ഉണ്ടാകും, പിന്നെ ഊർജം, പിന്നെ നമുക്ക് ജീവിതത്തിൽ ഉയർച്ച, ഐശ്വര്യം ഒക്കെ ഉണ്ടായി, ദൈവാധീനം ഒക്കെ ഉണ്ടായി വരും. അപ്പൊ നമുക്ക് ധനസമൃദ്ധി ഉണ്ടാകണമെങ്കിൽ എല്ലാം വ്യാഴം നല്ല രീതിയിൽ ആക്ടിവേറ്റ് ആകണം. ഈ നമ്മൾ ഇതുപോലെയുള്ള ഗുരുക്കന്മാർക്ക് അത് നമ്മൾ ഗുരുചരണം ശരണം എന്ന മന്ത്രം വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഇടയ്ക്ക് വാഗോണ്ട് ജപിക്കണം, ഇടയ്ക്ക് മനസ്സിൽ ജപിക്കണം. അങ്ങനെ ജപിച്ചാൽ പോലും ഇവരുടെ ജീവിതം മാറും. ഗുരുവിനെ നിത്യവും വിളിക്കണം. ഈശ്വരനെ ഗുരുവായി സങ്കല്പിച്ച് വിളിച്ചാൽ മതി. പിന്നെ ഗുരുക്കന്മാരുടെ സമാധി പോയി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ കൃഷ്ണന്റെ ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച പോയി ചെയ്യുക. പിന്നെ വ്യാഴാഴ്ചകൾ പറ്റുന്നൊരു വ്രതം എടുക്കണം. ഞാനീ പറഞ്ഞ ഇത്രയും നക്ഷത്രക്കാർ വ്രതം എടുക്കാന്ന് വെച്ചാൽ ഒരിക്കലെടുത്താൽ മതി. തലേദിവസം വൈകിട്ട് തൊട്ട് പിന്നെ തലേദിവസം വൈകിട്ട് ചപ്പാത്തിയോ ഒക്കെ കഴിക്കാം. പിന്നെ അരി ചേരാത്ത ആഹാരവും വെള്ളവും കുടിക്കാം. ഈ വ്യാഴാഴ്ച രാവിലെ കൃഷ്ണക്ഷേത്രത്തിൽ പോകണം, ഭഗവാന് നെയ്യ് സമർപ്പിക്കണം, പുരുഷ സൂക്താർച്ചന സമർപ്പിക്കണം. കർമ്മദോഷം തീരാൻ വേണ്ടിയാണ്. നെയ്യ് സാമ്പത്തികത്തിന് വേണ്ടിയാണ്. ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും കൂടെ കൊടുക്കണം, ഭാഗ്യം കൂടെ വരാൻ വേണ്ടിയാണ്. തുളസിമാലയും കൂടെ വെക്കുവാണെങ്കിൽ നല്ലതാ. ഒരു തുളസിയിലയുടെയെങ്കിലും പുണ്യം എനിക്കും എൻ്റെ കുടുംബത്തിന് തരണമെന്ന് പറഞ്ഞ് ചെയ്യണം. പെട്ടെന്ന് ജീവിതം മാറും. ഒരു തുളസിയിലയുടെ പുണ്യം എന്ന് പറഞ്ഞാൽ എത്ര തലമുറ അനുഭവിച്ചാലും തീരത്തില്ല എന്ന് അറിയണം, അറിഞ്ഞു വേണം ചെയ്യാൻ. ഇത് ഭഗവാന് രാവിലെ വ്യാഴാഴ്ച കൊടുക്കുക. വേണമെങ്കിൽ ഒരു പാൽപ്പായസം കൂടെ കൊടുക്കാം, ഭഗവാന് വളരെ പ്രീതി ഉണ്ടാവും.
നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക, നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക. എന്നിട്ട് രാവിലെ ചപ്പാത്തിയൊക്കെ കഴിക്കുക, അരി ചേരാത്ത ആഹാരം, വെള്ളം ആവശ്യത്തിന് കുടിക്കുക. ഉച്ചയ്ക്ക് ചോറുണ്ണ, അരി ആഹാരം, വെള്ളം കുടിക്കുക. വൈകുന്നപാട് അരി ചേരാത്ത ആഹാരം, ചപ്പാത്തിയൊക്കെ കഴിക്കുക, വെള്ളം കുടിക്കുക. ഇങ്ങനെ ഒരിക്കലെടുക്കുക. പിറ്റേ ദിവസം രാവിലെ ഒന്ന് ക്ഷേത്രത്തിൽ പോയി തീർത്ഥജലം കുടിച്ച് നമ്മളെ വ്രതം അവസാനിപ്പിക്കുക. അല്ലെങ്കിൽ വീട്ടിൽ നിന്നാണെങ്കിലും ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ ജപിച്ച് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം കുടിച്ച്, ഇപ്പം അല്ലാതെ പച്ചവെള്ളം കുടിക്കരുത്, ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ച് തിളപ്പിച്ചാറിയ വെള്ളം നമ്മൾ കുടിച്ച് ആ വ്രതം അവസാനിപ്പിക്കാം. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഈശ്വര പ്രാർത്ഥനകൾ കൂടിയും വ്രതം അവസാനിപ്പിക്കാം. അതിൻ്റെ അതൊന്നും കുഴപ്പമില്ല. ഇതെല്ലാം മനസ്സിന്റെ ഒരു നമ്മുടെ മനസ്സിൽ എങ്ങനെ ഭാവിക്കുന്നു അതാണ് നമുക്ക് ഭവിക്കുന്നത്. മനസ്സിൽ എന്ത് ഭാവിക്കുന്നു അത് നമുക്ക് ഭവിക്കും. നമ്മുടെ ജീവിതത്തെ അനുഭവം മനസ്സിന്റെ ഒരു വിശ്വാസവും ശുദ്ധിയും നന്മയുമാണ് ഈശ്വരൻ കേട്ടോ. അതാണ് അതിൻ്റെ അത് ഏറ്റവും വലിയ രഹസ്യം, രഹസ്യങ്ങളുടെ രഹസ്യം. മനസ്സാണല്ലോ. മനസ്സെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ എന്ത് മനസ്സാ? നമ്മുടെ മനസ്സിൽ എന്താ? അസൂയ, കുശുമ്പ്, വിദ്വേഷം, ആശങ്ക, ഭയം, ഈ മനസ്സല്ല. അതെല്ലാം കളഞ്ഞിട്ടുള്ള മനസ്സ്, ശുദ്ധബോധം, അതാണ് ഈശ്വരൻ. നിഷ്കളങ്കത, അസൂയയില്ലാത്ത മനസ്സ്, ദേഷ്യമില്ലാത്ത മനസ്സ്, കോപമില്ലാത്ത മനസ്സ്, ആശങ്കയില്ലാത്ത മനസ്സ്. അപ്പൊ ഇതെല്ലാം പോയ മനസ്സെന്ന് പറഞ്ഞാൽ ശുദ്ധ മനസ്സാ. അതിനാണ് ചിതാനന്ദം എന്ന് പറയുന്നത്. ചിത് ആനന്ദം, അത് ശുദ്ധബോധം, അത് ഈശ്വരനാണ്. അതിലാണ് യോഗിമാരും മഹർഷിമാരും സന്യാസിമാരും ഒക്കെ അതിൽ ലയിച്ചാണ് ഇരിക്കുന്നത്. ആ മനസ്സിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. മനസ്സാണ് ഈശ്വരൻ കേട്ടോ. മനസ്സെന്ന് പറഞ്ഞാൽ ശുദ്ധബോധം, മനസ്സിന്റെ മനസ്സെന്ന് പറഞ്ഞാൽ ആ ശുദ്ധബോധം. നമ്മുടെ വികാരങ്ങളൊന്നും, ഇതുപോലുള്ള ദുഷിച്ച വികാരങ്ങളെല്ലാം കളഞ്ഞു കഴിയുമ്പോൾ മനസ്സിന്റെ മറ്റൊരു ആഴത്തിലേക്ക് പോകാം മനസ്സ്. ആ മനസ്സാണ് ശുദ്ധബോധം എന്ന് പറയുന്നത്. മനസ്സിന്റെ ആഴങ്ങളിലുള്ള മനസ്സ്. അപ്പം അതാണ് ഈശ്വരൻ. അപ്പം ഇങ്ങനെ വ്യാഴാഴ്ച നിങ്ങൾക്ക് ആവശ്യക്കാർ, ഇനി മരുന്നൊക്കെ കഴിക്കുന്നവരാണ് വ്രതം ഒന്നും എടുക്കണ്ട, പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ. അവനവൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ചെയ്താൽ മതി. അപ്പം പിന്നെ വ്യാഴാഴ്ചകൾ അന്നദാനം ചെയ്യാം. വളരെ പെട്ടെന്ന് ഈ ഇത്രയും നക്ഷത്രക്കാർ പെട്ടെന്ന് മാറ്റം വരും ജീവിതത്തിൽ. ഇത് ജീവിതം മുഴുവൻ മാറുന്ന കാര്യമാണ് പറയുന്നത്, അല്ലാതെ ചിങ്ങമാസത്തിലെ മാത്രം കാര്യമൊന്നുമല്ല ഈ പറയുന്നൊന്നും കേട്ടോ. അപ്പം അന്നദാനം നടത്താം വ്യാഴാഴ്ചകളിൽ. അല്ലെങ്കിൽ ആർക്കെങ്കിലും ജെനുവിനായിട്ടുള്ള ആളുകൾക്ക് ഭക്ഷണത്തിന് പൈസ കൊടുക്കുക, അല്ലെങ്കിൽ ഭക്ഷണം വാങ്ങി കൊടുക്കുക. ഭയങ്കര മാറ്റം ഉണ്ടാകും. പിന്നെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ കഴിയുന്നതും കുറച്ച് സംസാരിക്കുക, ഭയങ്കര ചേഞ്ച് ഉണ്ടാകും. നിങ്ങൾ ചെയ്ത് നോക്കിക്കോ. ഇതൊക്കെയാണ് അറിയേണ്ട രഹസ്യങ്ങൾ. ഇതൊക്കെ നല്ല കാര്യങ്ങളുമാണ്. നല്ലത് മാത്രം ഉണ്ടാകുന്ന കാര്യങ്ങൾ, ഈശ്വരനെ അറിയുന്ന കാര്യങ്ങളാണ്. ഇതുപോലെ എനിക്കറിയില്ല ആരെങ്കിലും പറഞ്ഞു തരുമെന്ന്. കാരണം ഇതൊക്കെ പരമേശ്വരൻ, ഇതൊന്നും എൻ്റെ അറിവല്ല, എനിക്കൊരു അറിവുമില്ല, ഒരു കഴിവുമില്ല. അല്ല, ഈശ്വരൻ തരുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. സാമാന്യം ബുദ്ധിയുള്ളവർക്ക് അറിയാം അത് ആ ഈശ്വരനിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ തന്നെയാണെന്ന്. കാരണം അങ്ങനെയുള്ള കാര്യങ്ങളാണത്. അത് നിങ്ങൾ അനുഭവിച്ചറിയുക. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എനിക്ക് ശരിയെന്ന് തോന്നിയ നല്ല കാര്യങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്വീകരിക്കാം, അല്ല നിങ്ങൾക്ക് തള്ളിക്കളയാം, നിങ്ങളുടെ ഇഷ്ടം. നല്ല കാര്യങ്ങൾ മനസ്സിലാക്കിയവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ആവശ്യം പോലെ ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടെ പറയാം. കാർത്തിക നക്ഷത്രം വരുന്ന അന്ന് 27 നക്ഷത്രക്കാർക്കും ചെയ്യാം. രാവിലെ ഭദ്രകാളി ക്ഷേത്രത്തിൽ നെയ്വിളക്കോ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ വളരെ സാമ്പത്തികം വരും. സാധിക്കുന്ന പോലെ മാസത്തിൽ 1 വീതം ആവർത്തിക്കണം. ഒരു രഹസ്യമാണ് കേട്ടോ. ആവശ്യമുള്ളവർ ചെയ്യുക, പ്രയോജനപ്പെടുത്തുക. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം നമഃ ശിവായ. ശിവോഹം ശിവശിവ. ഓം നർപ്പവി നർപ്പവി നർപ്പവി.